അങ്ങനെ അനന്തപുരിയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ട്. അത് ജലജയുടെ മകൾ അവന്തികയായിരിക്കും. അവന്തിക തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ ജലജക്കാണെങ്കിലും അഭിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. ഇനിയിപ്പോൾ അവളും കൂടി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമല്ലോ എന്നായിരിക്കട്ടെ അവരെ ചിന്തിക്കുന്നത്. അഭി പറയുന്നുണ്ട്, എന്തായാലും അവന്തിക വന്ന ഉടനെ തന്നെ അവളുടെ അടുത്ത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവളെ നമ്മളെ കൂടെ തന്നെ നിർത്തണം. ആ വലിയ വീട്ടിൽ തങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ആ ഒരു വലിയ ഭയം തന്നെ അവരെ പിന്തുടർന്നിരുന്നു. പക്ഷേ അവന്തികയുടെ വരവോടുകൂടെ തന്നെ തങ്ങൾ ഒരു കരുത്തിട്ട് താങ്ങൽ ലഭിക്കുമെന്ന് ജലജ ഉറച്ചു വിശ്വസിച്ചു. അഭിക്കാണെങ്കിൽ ആവേശമായിരുന്നു. അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന ഉടനെ തന്നെ ഇവിടെയുള്ള ഓരോരുത്തരും തങ്ങളോട് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അവളെ നമുക്ക് നമ്മുടെ പക്ഷത്ത് തന്നെ ഉറപ്പിച്ചു നിർത്തണമെന്നൊക്കെ അഭി സംസാരിക്കണേ. നവ്യോടും അവർ ഈ ഒരു കാര്യം തന്നെ ആവർത്തിച്ചു. അവൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അവളുടെ മനസ്സിൽ നമ്മളോടുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണമെന്നൊക്കെ അവൻ രഹസ്യമായി തന്നെ ചർച്ച ചെയ്തു. എന്നാൽ ഈ വാർത്തകൾ നയനയുടെയും ദേവേന്റെയും ആദർശിന്റെയൊക്കെ കാതുകളിൽ എത്തിയിരുന്നു. അവർ ഉമ്മറത്ത് നിന്ന് അവന്തിയെക്കുറിച്ച് തന്നെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. നയനക്ക് അവന്തികയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞത് കേട്ട് അറിവ് വെച്ചുകൊണ്ട് തന്നെ അവൾ ശുദ്ധ മനസ്സുകാരിയാണെന്ന് നയനക്കറിയാം. ജലജാപ്പച്ചിയുടെയോ അബിയുടെയോ കുടില ബുദ്ധിയൊന്നും അവൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് നയന വിശ്വസിച്ചു. ദേവയാനിയമ്മയും അതേ അഭിപ്രായം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിലും ഒരു ആശങ്ക ബാക്കി നിന്നു. ജലജയുടെ കൂടെ ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം മോശമാവുമോ എന്നതായിരുന്നു അവരുടെയൊക്കെ ഭയം. ആ വീടിന്റെ വിളക്കാവേണ്ടവളാണ് അവള്. അവളെ സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും തങ്ങളുടെ കൂടെ നിർത്തണമെന്ന് ദേവയാനി ഉറപ്പിച്ചു. നയന അമ്മക്ക് ധൈര്യം പകർന്നു കൊടുത്തു. അമ്മ പേടിക്കേണ്ട, അവന്തികയെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രാപ്തിയുണ്ട്. അവളെ വഴി തെറ്റിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് നയന ഉറപ്പിച്ചു പറഞ്ഞു. അടുക്കളയിൽ അന്നൊരു പ്രത്യേകതരം ഉന്മേഷമായിരുന്നു. ജലജ തന്റെ മകൾക്കായി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. അപ്പുറത്ത് ദേവയാനിയും ചില വിഭവങ്ങളൊക്കെ അവന്തികക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ജലജക്ക് സംശയമായി, ചേട്ടത്തി ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്? നയന ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാണ് ജലജ. ദേവയാനി ശാന്തമായി തന്നെ മറുപടി നൽകി. നയനക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ അവന്തിക മോൾ ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ, അപ്പോൾ അവന്തികക്ക് കൂടിയിട്ട് വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ ജലജയുടെ ഉള്ളിൽ ഒരു കനലെരിഞ്ഞു. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, ചേട്ടത്തി വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് ജലജ അല്പം ദേഷ്യത്തോടു കൂടെ തന്നെ പറഞ്ഞു. എന്നാൽ ദേവയാനി വിട്ടുകൊടുത്തില്ല. നീ നിന്റെ പണി നോക്കിയാൽ മതി, എനിക്കിഷ്ടമുള്ളതൊക്കെ എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ദേവയാനി വീണ്ടും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലജയ്ക്ക് പിന്നെ കൂടുതലൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊടുത്തിന് അവന്തിക അനന്തപുരി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നയനയും ദേവയാനിയും അവളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ പാടത്തിന് അവൾ ഓടിച്ചെന്ന് ദേവയാനി അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ കണ്ണുകളിൽ കണ്ട സ്നേഹം നയനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നയനെയും അവൾ വാരി പുണർന്നു. ആദർശേട്ടൻ എന്നെ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേവയാനിക്കും നയനക്കും അതൊരു ചെറിയ ആശ്വാസമായി. എങ്കിലും അവൾ പറഞ്ഞ കാര്യം അവരെ ചിന്തിപ്പിച്ചു. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് പഠിക്കാനുണ്ട് എന്ന്. ആ വാക്കുകളിൽ ഒരു തരം നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാനായി അവൾ നേരെ അകത്തേക്ക് ഓടി. മുത്തശ്ശിന്റെ മുറിയിൽ അവൾ ഒരു കൊച്ചു കുട്ടിയായി മാറി. മുത്തശ്ശിന്റെ പാതകളിൽ തൊട്ട് വന്ദിക്കുമ്പോൾ അവളുടെ മുഖത്ത് കണ്ട വിനയം നയനെ ആകർഷിപ്പിച്ചു. കണ്ടില്ലേ അമ്മേ, കണ്ടിട്ട് തന്നെ നല്ല സംസ്കാരമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും അവളെ വഴി തെറ്റിക്കാനൊന്ന് ജലജയപ്പച്ചിയെ അനുവദിക്കരുത് എന്ന് നയന ദേവയാനോട് പതുക്കെ പറയാണ്. പിന്നീട് അവൾ ചെന്നത് ജലജയുടെ അടുത്തേക്കാണ്. ജലജ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. മോളെ, നീ വന്നത് നന്നായി. ഇവിടെ എല്ലാവരും ചേർന്ന് ഞങ്ങൾ എങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയാണ്, ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവന്തികയുടെ മനസ്സിൽ വിഷം കുത്തി നിറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്തിക എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. അമ്മേ, ഞാൻ ഇവിടെ എത്തിയത് ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കാനൊന്നുമല്ല. എനിക്കിവിടെ കുറച്ച് ദിവസം താമസിക്കണം. ഓരോരുത്തരുടെയും പെരുമാറ്റം ഞാൻ തന്നെ നേരിട്ട് കണ്ടോളാം. സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ തന്നെ ബോധ്യപ്പെടുമെന്നൊക്കെ പറയാണ് അവന്തിക. അതിനുശേഷം മാത്രമേ ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നൊക്കെ എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ ജലജയുടെയും അബിയുടെയും മുഖം അങ്ങ് മങ്ങി. തങ്ങളുടെ വലയിൽ അവന്തിക അത്ര പെട്ടെന്ന് വീഴില്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അനന്തപുരിയിൽ ഇനി അവന്തികയുടെ ദിനങ്ങളായിരിക്കും. അവൾ ആരെ വിശ്വസിക്കും, ആരുടെ കൂടെ നിൽക്കും? നന്മയുടെ പക്ഷത്താണോ അതോ ജലജയുടെ കുതന്ത്രങ്ങൾക്കൊപ്പമോ? വരും ദിവസങ്ങളിൽ അനന്തപുരിയിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാകാൻ പോവുകയാണ്. അവന്തികയുടെ ഓരോ നീക്കങ്ങളും ആ വീടിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. അനന്തപുരിയുടെ ഉമ്മറത്ത് കാത്തു നിൽക്കുന്ന ദേവയാനെ നയനയുടെയും കണ്ണുകളിൽ ഒരുപോലെ തന്നെ ആകാംക്ഷയും നേരിയൊരു പേടിയും നിഴലിച്ചിരുന്നു.
അനന്തപുരിയിലെ അന്തരീക്ഷം വല്യ മാറി മറിയുന്നുണ്ടായിരുന്നു. ജലജയും അഭിയും കരുതിയത് അവന്തിക തന്റെ പക്ഷം പിടിക്കുമെന്നായിരുന്നു. എന്നാൽ അവൾ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നയനയുടെ സ്നേഹവും ദേവേനെ അമ്മയുടെ കരുതലും അവൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിഞ്ഞു. ഒരു ദിവസം ജലജയും അഭിയും കൂടി നയനയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചതി ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ സ്വർണ്ണ വിഗ്രഹം നയനയുടെ അൽമാരയിൽ ഒളിപ്പിച്ചു വെച്ച് അവളെ കള്ളിയാക്കി ചിത്രീകരിക്കാനായിരുന്നു അവരുടെയൊക്കെ നീക്കം. പിറ്റേന്ന് രാവിലെ വിഗ്രഹം കാണാതായതോടുകൂടി തന്നെ വീട്ടിൽ വലിയ ബഹളമായി. നോക്കൂ ഏട്ടത്തി, മരുമോളെ വിശ്വസിച്ചതിന്റെ ഫലം കണ്ടില്ലേ? ഇവൾക്ക് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമങ്ങ് തകർക്കണമെന്ന് ജലജ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജലജയുടെ വാക്ക് കേട്ട് നയന ആകെ തകർന്നു പോയി. ദേവയാനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവന്തിക രംഗത്തേക്കെത്തി. അവൾ തന്റെ ഫോണിലെ ആ ഒരു വീഡിയോ അങ്ങ് പുറത്തുവിട്ടു. രാത്രിയിൽ ജലജയും അഭിയും കൂട്ടിക്കൊണ്ടു തന്നെ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ടുവന്ന് നയനയുടെ മുറിയിലേക്ക് വെക്കുന്ന ആ ഒരു ദൃശ്യങ്ങളായിരുന്നു അത്. സത്യത്തിൽ അവന്തിക അന്ന് രാത്രി ഉറങ്ങാതെ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, സ്വന്തം കുടുംബത്തെ ചതിക്കാൻ നോക്കുന്ന അമ്മയുടെ കൂടെ നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല. സ്നേഹിക്കാൻ അറിയാത്തവരല്ലേ നിങ്ങള്? അവന്തികയുടെ വാക്കുകൾ കേട്ട് ജലജയും അഭിയും ഒരുപോലെ തന്നെ തല താഴ്ത്തി നിന്നു. മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അതിലും നയന ഇടപെടാണ്. നയന ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, അപ്പച്ചിക്കൊരു തെറ്റ് പറ്റിയതാണ്. പക്ഷേ അവന്തികയെ ഓർത്തിട്ടെങ്കിലും അവർക്കൊരു അവസരം കൂടി മുത്തശ്ശൻ നൽകണം. നയന അപേക്ഷിച്ചു. നയനയുടെ ഈ ഒരു വലിയ മനസ്സിന് മുന്നിൽ ജലജയുടെ അഹങ്കാരം അങ്ങ് അലിഞ്ഞുപോയി. താൻ ഇത്രയും കാലം ഉപദ്രവിച്ച പെൺകുട്ടിയാണ് തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവ് ജലജയെ ശരിക്കും മാറ്റിമറിച്ചു. ജലജയും അഭിയും ചേർന്ന് നയനയുടെയും ദേവേനമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിൽ വർഷങ്ങൾക്ക് ശേഷം സമാധാനം തിരികെ വന്നു. അവന്തികയും നയനയും ഒരുമിച്ചുള്ള ചിരികളെല്ലാം തന്നെ ആ വീട്ടിലെ ഐശ്വര്യം നിറച്ചു. അസൂയയുടെയും കുതന്ത്രങ്ങളുടെയും കാലം അവസാനിച്ചു. പകരം സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം തന്നെ അനന്തപുരിയിൽ ആരംഭിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.